മാസപ്പടി കേസ്, അതിൻ്റെ തുടർ നടപടികൾ, അത് ഇനിയിപ്പോൾ ഏത് വിധത്തിലായിരിക്കും? ഇന്നത്തെ ഒരു നടപടികൾ എന്താണ് അറിയാനാവുന്നത്? മായ, ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് സമൻസ് നൽകി ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുക എന്നതാണ്. ആ നടപടികളിലേക്കായിരിക്കും ഒരു പക്ഷേ കടക്കുക. അതിന് മുന്നോടിയായിട്ട് ഈ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ കണ്ടെത്തിയിട്ടുള്ള ഡോക്യുമെന്റുകളുണ്ട്. അത് പ്രധാനമായും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ്. ഇതിന്റെ വിശദമായ ഒരു പരിശോധനയും മറ്റുമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സമൻസ് നൽകി ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളെ, അത് വീണ വിജയനെ അടക്കം വിളിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉള്ളത്. നേരത്തെ പലതവണ സമൻസ് അയച്ചപ്പോൾ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ കേസുമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നലെ 10 ഇടങ്ങളിൽ റെയ്ഡ് നടന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിലവിൽ 242 അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. 18.36 കോടി രൂപയാണ് ഈ അക്കൗണ്ടുകളിലായിട്ടുള്ളത്. അതിൽ 3 എണ്ണം വീണ വിജയന്റേതാണ്, HDFC അക്കൗണ്ടുകളാണ് എന്നും മനസ്സിലാക്കുന്നു. ഇത് വാർത്താക്കുറിപ്പിലൂടെ ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ച കാര്യങ്ങൾ ED അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മറ്റു നടപടികളിലേക്ക് കടക്കും. ഒപ്പം തന്നെ ഈ അക്കൗണ്ടുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ വിശദമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കും. ഈ വീണ വിജയന്റെ വന്നിട്ടുള്ള അക്കൗണ്ടുകളിലുള്ള ക്രയവിക്രയങ്ങൾ, ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളും ED എടുക്കും. എന്തായാലും പ്രധാനമായിട്ടും ഈ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വിശകലനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ആളുകളെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുക. ഏതായാലും ഇത് വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിരോധം ഇതിൽ CPM തീർക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് എറണാകുളത്ത് കാക്കനാട് വലിയ ഈ EDയുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPMന്റെ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ട്. മറ്റ് നേതാക്കളൊക്കെ 11 മണി 10 മണിയൊക്കെ ആകുമ്പോഴേക്കും മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു പ്രതിരോധം തീർക്കാനായിട്ട് CPM മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ കണ്ടതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് കടക്കുകയാണ്. ഇതിനിടയിലാണ് ഈ അന്വേഷണം ഊർജിതമാക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ഒരു അന്വേഷണത്തിലേക്ക് ED കടക്കുകയാണ്. ഈ ഹൈക്കോടതിയിൽ നിന്ന് ഈ അനുമതി ലഭിച്ച ഒരു സാഹചര്യത്തിലാണ് മണിക്കൂറുകൾക്കകം തന്നെ ED വലിയൊരു റെയ്ഡ് സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയിരിക്കുന്നത്. ഈ റെയ്ഡിൽ കണ്ടെത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാങ്ക് അക്കൗണ്ട് രേഖകളാണ്. ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളും അതുപോലെ തന്നെ FD അക്കൗണ്ടിന്റെ ചില വിശദാംശങ്ങളും ഇതൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് ED വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും അന്വേഷണം ത്വരിതഗതിയിലാക്കാൻ തന്നെയാണ് EDയുടെ തീരുമാനം.